ഹലോ, വെൽക്കം ടു മാത്സിയോൺ. HSST എക്സാം എത്താറായി അല്ലേ? സോ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ മാത്സിയോണിൻ്റെ പ്രീവിയസ് ഇയർ HSST പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ്റെ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ മൊഡ്യൂൾ വൈസ് സൊല്യൂഷൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ നമുക്ക് ആദ്യം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 484/2019 എന്നുള്ള കാറ്റഗറി നമ്പറുള്ള HSST എക്സാമിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ മൊഡ്യൂൾ 2 ആയിട്ട് വരുന്ന റിയൽ അനാലിസിസിൻ്റെ സൊല്യൂഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം HSST എക്സാം വരാറായി. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഓൺഗോയിങ് ആയിരിക്കും. കുറച്ച് പെട്ടെന്ന് എക്സാം എത്തിയിട്ടുണ്ട്. സോ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതിന് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് മാത്സിയോണിൻ്റെ ടെസ്റ്റ് സീരീസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് മാർച്ച് 25-ന്. 30 ഡേയ്സ് ടെസ്റ്റ് സീരീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. HSST സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ഡിസ്കസ് ചെയ്യാൻ പോവുക. അതിൻ്റെ കൂടെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, 2 ബാച്ചസ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്ട്രാ മൈൽ ബാച്ചും അതുപോലെ തന്നെ സ്പ്രിൻറ്റ് ബാച്ചും. അപ്പോൾ അതിൽ എക്സ്ട്രാ മൈൽ ബാച്ചിൽ 30 ഡേയ്സ് എക്സാം വിത്ത് ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഈ ഒരു പ്രോബ്ലത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസ് തരുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ എക്സാം സീരീസിലെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനും കൂടെ ഡീറ്റെയിൽഡ് സൊല്യൂഷനും കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ടും കൂടെ അവൈലബിൾ ആയിരിക്കും എക്സ്ട്രാ മൈൽ ബാച്ചിൽ. പിന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും ഉണ്ടാവും. ഓക്കെ, ഇനി സ്പ്രിൻറ്റ് ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷനും മെൻറ്റർ സപ്പോർട്ടും ഉണ്ടാവില്ല, എക്സാംസും അതിൻ്റെ ആൻസർ കീ ഉണ്ടാവും, അതുപോലെ തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും ആണ് ഉണ്ടാവുക. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ mathsion.in എന്നുള്ള വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ സീരീസ് 1 + 1/2 + 1/4 × 2 ഫാക്ടോറിയൽ + 1/8 × 3 ഫാക്ടോറിയൽ + 1/16 × 4 ഫാക്ടോറിയൽ + എക്സെട്ര കൺവേർജ് ടു എന്നാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആ മിസ്റ്റേക്ക് മാറ്റിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ എന്താണ്? 1 + 1/2 + 1/4 × 2 ഫാക്ടോറിയൽ + 1/8 × 3 ഫാക്ടോറിയൽ + എക്സെട്ര എന്നാണ്. ഓക്കെ, അപ്പോൾ നോക്കി ഇതൊക്കെ ഇ പവറിൻ്റെ രീതിയിലാണ് സൊല്യൂഷൻ വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇ പവർ എക്സിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്താ നോക്കാം. എന്തായിരുന്നു ഇ പവർ എക്സിൻ്റെ എക്സ്പാൻഷൻ? 1 + x by 1 ഫാക്ടോറിയൽ അല്ലേ, +x² / 2 ഫാക്ടോറിയൽ +x³ / 3 ഫാക്ടോറിയൽ എക്സെട്ര എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് 1 + 1/2 + 1/2 ഫാക്ടോറിയൽ +1/3 ഫാക്ടോറിയൽ എക്സെട്ര എന്നുള്ള ഫോമിൽ ഇവിടെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഇതിനോട് സിമിലർ ആണ്. പക്ഷേ ഇവിടെ 1/2 വരുന്നുണ്ട്, ഇവിടെ 1/4, ഇവിടെ 1/8, ഇവിടെ 1/16 എക്സെട്ര എന്നുള്ള ഫോമിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഇതിന് എന്ത് കൊടുക്കണം? x = ഞാൻ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ഇ പവർ 1/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 + 1/2 / 1 ഫാക്ടോറിയൽ +1/2 ഹോൾ സ്ക്വയർ / 2 ഫാക്ടോറിയൽ +1/2 ഹോൾ ക്യൂബ് / 3 ഫാക്ടോറിയൽ +1/2 ഹോൾ പവർ 4 / 4 ഫാക്ടോറിയൽ എക്സെട്ര എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 1 + 1/2 + 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1/4 അല്ലേ. സോ 1/4 × 2 ഫാക്ടോറിയൽ +1/2 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1/8 × 3 ഫാക്ടോറിയൽ +2 പവർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 × എന്ത് കിട്ടി? ഇവിടെ 4 ഫാക്ടോറിയൽ എക്സെട്ര എന്ന് തോന്നുന്നു അല്ലേ. അതല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. സോ ഇതെന്താണ് വരുന്നത്? ഇ പവർ 1/2 ആണ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Let f from R to R be defined as f of x = 0 if x is irrational and 1/q if x = p/q where p, q belongs to n. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാഷണൽ ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0യും റാഷണൽ ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1. റാഷണൽ ആണെങ്കിൽ p/q ഫോമിൽ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ 1/q എന്നുള്ള ഫോമിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതൊരു ഫേമസ് ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ തൊമായ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? ഈ ഫംഗ്ഷൻ continuous at all irrationals and discontinuous at all rationals. ഓക്കെ, എല്ലാ റാഷണൽ നമ്പറിലും ഡിസ്കണ്ടിന്യൂസും എല്ലാ ഇറാഷണൽ നമ്പറിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇവിടെ തന്നിട്ടുള്ള ഈ തോമായ ഫംഗ്ഷൻ. സോ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്യൂ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ r - q എന്ന് പറയുന്നത്, r - q എന്ന് പറഞ്ഞാൽ എന്താ? ഇറാഷണൽ അല്ലേ. സോ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ r ആണോ? തെറ്റാണ്, കാരണം റാഷണലിൽ കണ്ടിന്യൂസ് അല്ല.
എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0. ഓക്കെ, 0യിൽ കണ്ടിന്യൂസ് അല്ലേ? ശരിയാണല്ലോ ഇത് ഇവിടെ. കാരണം എന്താ, ഫംഗ്ഷൻ 0 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. സോ റാഷണൽ നമ്പറിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ഓക്കെ, സോ ഇവിടെ ബിയും ഡിയും കറക്റ്റ് ആൻസർ ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ 0, 1? ഓക്കെ, ഓപ്പൺ ഇന്റർവൽ 0,1ൽ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ യൂണിഫോംലി കണ്ടിന്യൂസ് ആണോ ഓപ്പൺ ഇന്റർവൽ എ ബി നോക്കാൻ നമ്മൾ എന്താ ചെയ്യാം? ഫംഗ്ഷൻ അവിടെ കണ്ടിന്യൂസ് ആണോ നോക്കും, ഈ രണ്ട് എൻ പോയിന്റ്സിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കും അല്ലേ? സോ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഈ ഫംഗ്ഷൻ എല്ലാം ഇ പവർ 1/x സൈൻ 1/x എക്സ് സൈൻ 1/x കോസ് എക്സ് ഇതൊക്കെ ഓപ്പൺ 0,1ൽ എന്തായിരിക്കും? ഇത് കണ്ടിന്യൂസ് ആണ്. 0യിൽ മാത്രമേ ഇവിടെ ഒരു പ്രശ്നം വരുന്നുള്ളൂ അല്ലേ? സിംഗുലാരിറ്റി വരാൻ സാധ്യതയുള്ളത് 0യിലാണ്. പക്ഷേ 0 ഈ ഇന്റർവെൽ ഇല്ലാത്തതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സ്ഥലത്തും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് ഇ പവർ 1/x അല്ലേ? അത് എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല അല്ലേ? ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. കാരണം എന്താ? ഇ പവർ 1/0 ഇ പവർ ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ ഇത് എക്സിസ്റ്റ് ചെയ്യില്ല. ബി എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് സൈൻ 1/x. അവിടെയും ഈ പ്രശ്നമുണ്ട് അല്ലേ? എക്സ് ടെൻഡിങ് ടു 0യിലേക്ക് പോകുമ്പോൾ സൈൻ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ് വരിക. സോ അതും എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി സി ഓപ്ഷൻ എന്താ കൊടുത്തിട്ടുള്ളത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എക്സ് സൈൻ 1/x അല്ലേ? അത് നമുക്കറിയാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ 1/x ഡിവൈഡ് ബൈ 1/x എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഇത് എക്സിസ്റ്റ് ചെയ്യും. സോ എന്തായിരിക്കും? അതിൻ്റെ എക്സ് ഈക്വൽ ടു 1ൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എക്സ് സൈൻ 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈൻ 1 ആണ്. അത് എക്സിസ്റ്റ് ചെയ്യും. സോ ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ഇവിടെ കറക്റ്റ് വരും. എയും ബിയും തെറ്റാന്ന് കിട്ടി. ഇനി ഡി ഓപ്ഷൻ എന്താ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സോറി, ഇത് കോസ് എക്സ് അല്ല, കോസ് 1/x ആണ്. കോസ് എക്സ് ബൈ എക്സ് ആണ്. ഓപ്ഷനിൽ കോസ് എക്സ്, സോറി ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. ഇത് കോസ് എക്സ് അല്ല, കോസ് എക്സ് ബൈ എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 കോസ് എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് ആസ് എക്സ് ടെൻസ് ടു 0 1/x ഇൻഫിനിറ്റിയിലേക്ക് ആണ് പോവുക. ഇതും എക്സിസ്റ്റ് ചെയ്യില്ല. സോ ഓപ്ഷൻ ഡി ഇവിടെ ഫോൾസ് ആണ്. അപ്പോൾ ആൻസർ വരും ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഫ് ഫ്രം ക്ലോസ്ഡ് 0,1 ടു ക്ലോസ്ഡ് 0,1 ബി കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്നാണ് ചോദ്യം. ഓക്കെ, ഒന്നാമത്തെ എഫ് ഹാസ് ഫിക്സഡ് പോയിന്റ്, എഫ് ഈസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ്, എഫ് ഹാസ് യുണീക്ക് ഫിക്സഡ് പോയിന്റ്, എഫ് ഈസ് നോട്ട് ബൗണ്ടഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0,1ൽ നിന്ന് ക്ലോസ്ഡ് 0,1ലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഫിക്സഡ് പോയിന്റ് ഉണ്ടോ എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം അതിനൊരു ഫിക്സഡ് പോയിന്റ് തിയറം എന്ന് പറഞ്ഞൊരു തിയറം ഉണ്ട്. ഫിക്സഡ് പോയിന്റ് തിയറം. ആ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ നിന്ന് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ സി ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവൽ എ ബി സച്ച് ദാറ്റ് എന്തായിരിക്കും? എഫ് ഓഫ് സി ഈക്വൽ ടു സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു ഫിക്സഡ് പോയിന്റ് എങ്കിലും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് എ ഫിക്സഡ് പോയിന്റ് എന്നുള്ളതാണ്. സോ എഫ് ഹാസ് ഫിക്സഡ് പോയിന്റ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ. എഫ് ഈസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അവിടെ നമുക്ക് അറിയണം എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0,1 എന്ന് ക്ലോസ്ഡ് 0,1ലേക്കാണല്ലേ? അതിന് ക്ലോസ്ഡ് 0,1 എന്താണ്? ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് ആണ് അല്ലേ? സോ ഇത് കോമ്പാക്ട് സെറ്റ് ആണ്. ഓക്കെ, അതിന് നമുക്ക് ഒരു റിസൾട്ട് അറിയാം. എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ കോമ്പാക്ട് സെറ്റ് ആണെങ്കിൽ, കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് ആർ ആണെങ്കിൽ എന്തായിരിക്കും? എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, കോമ്പാക്ട് സെറ്റിലെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്തായിരിക്കും? കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പറിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്തായിരിക്കും? യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. സോ നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് എന്നുള്ള ഈ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, ഇനി സി ഓപ്ഷൻ എന്താണ്? എഫ് ഹാസ് യുണീക്ക് ഫിക്സഡ് പോയിന്റ് അല്ലേ? ഇവിടെ ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. യുണീക്ക് ആവണമെന്നുണ്ടോ? ഇല്ല. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഫംഗ്ഷൻ എടുക്കൂ. എല്ലാ പോയിന്റും എന്തായിരിക്കും? ഓൾ പോയിന്റ്സ് ആർ ഫിക്സഡ് പോയിന്റ്സ് ആയിരിക്കും അല്ലേ? ഫിക്സഡ് പോയിന്റ്സ് ആയിരിക്കും. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുക്കൂ. എഫ് ഓഫ് 0 0 ആയിരിക്കും. എഫ് ഓഫ് 1 1 ആയിരിക്കും. സോ എന്തുണ്ടാവും? 2 ഫിക്സഡ് പോയിന്റ്സ് ഉണ്ടാവും അല്ലേ? 2 ഫിക്സഡ് പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, സോ എഫ് ഹാസ് യുണീക്ക് ഫിക്സഡ് പോയിന്റ് എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്ത എന്താണ്? എഫ് ഈസ് നോട്ട് ബൗണ്ടഡ് എന്നാണ്. അതും തെറ്റാണ്. എന്താ? എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? എഫ് മാപ്സ് കോമ്പാക്ട് സെറ്റ് ടു കോമ്പാക്ട് സെറ്റ് എന്നാണ്. ഓക്കെ, കോമ്പാക്ട് സെറ്റ് എന്നാണ്. അതിന് നമുക്കറിയാം ക്ലോസ് ഇന്റർവൽ എ ബി കോമ്പാക്ട് ആണ് അല്ലേ? ക്ലോസ് ഇന്റർവൽ എ ബി കോമ്പാക്ട് ആണ്. സോ വിച്ച് ഇംപ്ലൈസ് കിട്ടും? എഫ് ഓഫ് എ ബി എന്തായിരിക്കും? കോമ്പാക്ട് ആയിരിക്കും. കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്ലോസ്ഡും ആയിരിക്കും ബൗണ്ടഡും ആയിരിക്കും. സോ അത് ബൗണ്ടഡ് ആയിരിക്കും. സോ നോട്ട് ബൗണ്ടഡ് എന്നുള്ള ഓപ്ഷനും തെറ്റാണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എഫ് ഫ്രം ആർ ടു ആർ ബി എ ത്രൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ
such that f of a equal to f dash of a equal to f of b equal to f dash of b equal to 0, where a, b belongs to R and a less than b. Then choose the correct statement ആണ്. f double dash of a equal to 0 equal to f double dash of b ആണോ, f triple dash of a equal to 0 ആണോ, f triple dash of c equal to 0 for some c belongs to open interval a b ആണോ, and none of the above ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഒന്ന്, എഫ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ, ത്രൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ ആർ ആണ് നമുക്കറിയാം. ഓക്കെ, ആൻഡ് എ ലെസ് ദാൻ ബി ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താ നോക്കൂ, ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്നുള്ളൊരു ഇന്റർവൽ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണെന്ന് കിട്ടും അല്ലേ. എഫ് ആറിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലും ഡിഫറൻഷ്യബിൾ ആവും. ഓക്കെ, ആൻഡ് എന്താണ്, എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആയിരിക്കും അല്ലേ, രണ്ട് സീറോയിനോട് ഈക്വൽ ആണ്. സോ ഇത് രണ്ട് ഈക്വൽ ആണ്. അപ്പോൾ നോക്കൂ, ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് ക്ലോസ് ഇന്റർവൽ ആൻഡ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ യൂസ് റോൾസ് തിയറം അല്ലെ, റോൾസ് തിയറം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റോൾസ് തിയറം പ്രകാരം എന്താണ്, there exists a C1 belongs to എ ബി അല്ലെ, ഓപ്പൺ ഇന്റർവൽ എ ബി സച്ച് ദാറ്റ് എന്ത് കിട്ടും, എഫ് ഡാഷ് അറ്റ് C1 ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ. അതാണ് എന്ത് പറയുന്നത്, റോൾസ് തിയറം പറയുന്നത്. ഓക്കെ, എഫ് ഒരു ക്ലോസ് ഇന്റർവെൽ ഡിഫറൻഷ്യബിൾ ആണ്, എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ റോൾസ് തിയറം പ്രകാരം ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഒരു C1 ഉണ്ടാവും സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് C1 ഈക്വൽ ടു 0 എന്നുള്ളത്. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് എന്ത് കിട്ടി, ഈ C1 എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ C1 ലെസ് ദാൻ ബി ആയിരിക്കും അല്ലെ, എ ലെസ് ദാൻ C1 ലെസ് ദാൻ ബി ആണെന്ന് അറിയാം. ആൻഡ് എഫ് ഡാഷിന്റെ പ്രത്യേകത എന്താ, എഫ് ഡാഷ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ എന്തായിരിക്കും, എ സിയും സി ബിയിലും. ഈ രണ്ട്, കാരണം എഫ് ത്രൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഡാഷ് എന്തായാലും ഡിഫറൻഷ്യബിൾ ആയിരിക്കും അല്ലെ. സോ എഫ് ഡാഷ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ് ഇന്റർവൽ എ സി ആൻഡ് ക്ലോസ് ഇന്റർവൽ സി ബി ആയിരിക്കും. ആൻഡ് വൺ മോർ തിങ് എന്താണ്, എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു 0 നമുക്ക് തന്നിട്ടുണ്ട്, എഫ് ഡാഷ് ഓഫ് C1 ഈക്വൽ ടു 0 നമുക്ക് കിട്ടിയിട്ടുണ്ട്, എഫ് ഡാഷ് ഓഫ് ബി ഈക്വൽ ടു 0 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കൂ, ഞാൻ ആദ്യം ഈ ഇന്റർവെൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് ഡാഷ് എ സി എന്നുള്ള ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണ് ആൻഡ് എഫ് ഡാഷ് ഓഫ് എയും എഫ് ഡാഷ് ഓഫ് C1 0 ആണ്. സി അല്ല, ഇവിടെ C1 ആണ്, C1. ഓക്കെ, എഫ് ഡാഷ് ഓഫ് C1 0 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ റോൾസ് തിയറം ഓൺ ഏത് ഇന്റർവെല്, എ C1 ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, there exists a C2 belongs to open interval a C1 such that എന്ത് കിട്ടും, എഫ് ഡാഷിന്റെ ഡെറിവേറ്റീവ് അല്ലെ. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് C2 ഈക്വൽ ടു എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. എഫ് ഡബിൾ ഡാഷ് ഓഫ് C2 ഈക്വൽ ടു 0 കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ നോക്കൂ, എഫ് ഡാഷ് എന്ന് പറയുന്നത് C1 ബി എന്നുള്ള ക്ലോസ് ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണ് ആൻഡ് എഫ് ഡാഷ് ഓഫ് C1 എഫ് ഡാഷ് ഓഫ് ബിയും 0 ആണ്, ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോൾസ് തിയറം അവിടെ യൂസ് ചെയ്യാം. റോൾസ് തിയറം ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ C1 ബി എന്ത് കിട്ടും, there exists a C3 belongs to open interval C1 ബി സച്ച് ദാറ്റ് എന്ത് കിട്ടും, എഫ് ഡബിൾ ഡാഷ് ഓഫ് C3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എഫ് ഡബിൾ ഡാഷ് ഓഫ് C3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്ന ഒരു ഇന്റർവെൽ, കൺസിഡർ ക്ലോസ്ഡ് ഇന്റർവൽ C2 C3. ഓക്കെ, C2 C3 കൺസിഡർ ചെയ്യുന്നു. അതിന്റെ പ്രത്യേകത എന്താ നോക്കൂ, എഫ് ത്രൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, എഫ് ഡബിൾ ഡാഷ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ് ഇന്റർവൽ C2 C3 ആയിരിക്കും അല്ലെ. ആൻഡ് നമ്മൾക്ക് ഇപ്പൊ എന്ത് കിട്ടിയിട്ടുണ്ട്, എഫ് ഡബിൾ ഡാഷ് ഓഫ് C2 ഈക്വൽ ടു 0 ഈക്വൽ ടു എന്താണ്, എഫ് ഡബിൾ ഡാഷ് ഓഫ് C3 എന്ന് കിട്ടിയെന്നല്ലേ. അപ്പൊ നോക്കൂ, എഫ് ഡബിൾ ഡാഷ് ഡിഫറൻഷ്യബിൾ ഓൺ C2 C3 ആണ് ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് C2 എഫ് ഡബിൾ ഡാഷ് ഓഫ് C3 ഈക്വൽ ആണ്. സോ ദെയർഫോർ റോൾസ് തിയറം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. റോൾസ് തിയറം ഓൺ ക്ലോസ് ഇന്റർവൽ C2 C3 നമുക്ക് എന്ത് കിട്ടും, there exists a C belongs to ഓപ്പൺ ഇന്റർവൽ C2 C3 സച്ച് ദാറ്റ് എന്തായിരിക്കും, എഫിന്റെ മൂന്നാമത്തെ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ് അല്ലെ. സോ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് C ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, there exists a C2 belongs to C belongs to C2 C3. ഈ C2 C3 എവിടെയുള്ളത്, C2 C1ന്റെയും എന്റെയും C1ന്റെ ഇടയിൽ, C3 C1ന്റെയും ബിന്റെ ഇടയിൽ. സോ ഈ C2 C3 എന്ന് പറയുന്നത് എന്തായിരിക്കും, സബ്സെറ്റ് ഓഫ് എ ബി ആയിരിക്കും അല്ലെ, ഓപ്പൺ ഇന്റർവൽ എ ബി ആയിരിക്കും. therefore നമുക്ക് എന്ത് കിട്ടി, there exists a C belongs to open interval a b such that if തേർഡ് ഡെറിവേറ്റീവ് അറ്റ് C ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് Fn and Gn defined by Fn of x equal to 1 by 1 plus nx where x belongs to open 0 1 and Gn of x equal to x by 1 plus nx where x belongs to open 0 1. Okay,
ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഇതിൽ ഏതാണ് യൂണിഫോംലി കൺവെർജന്റ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമ്മൾ എഫ് എൻ ഓഫ് എക്സ് ആണ് ഞാൻ ആദ്യം എടുക്കുന്നത്. എഫ് എൻ ഓഫ് എക്സ് എന്താണ്? എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു 1/1 + nx വേർ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 ആണ് അല്ലേ. ഓപ്പൺ 0 ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എന്താണ് എക്സ് 0 ആവുന്ന സമയത്തായിരുന്നെങ്കിൽ എക്സ് ക്ലോസ്ഡ് 0 എന്താ സംഭവിക്കുക? എക്സ് 0 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ 1 ആയിട്ട് മാറും. ഓക്കെ, എക്സ് ബാക്കി എന്തായാലും വാല്യൂ എടുക്കുമ്പോൾ വേറെ വ്യത്യാസമാണ് വരിക. സോ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 ആയതുകൊണ്ട് തന്നെ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/1 + nx എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/1 + nx എന്തായിട്ട് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എഫ് എൻ കൺവെർജസ് ടു എഫ് പോയിന്റ് വൈസ് കിട്ടും അല്ലെ. പോയിന്റ് വൈസ് കിട്ടും. അല്ലെങ്കിൽ എഫ് എൻ കൺവെർജസ് ടു എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എൻ കൺവെർജസ് ടു 0 പോയിന്റ് വൈസ് നമുക്ക് കിട്ടും. ഓക്കെ, പോയിന്റ് വൈസ് കൺവെർജന്റ് ആണ്. ഇനി അതെന്താണ്? യൂണിഫോംലി കൺവെർജന്റ് ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു എം എൻ ഡിഫൈൻ ചെയ്യുന്നു അല്ലെ. എം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സുപ്രീമ ഓൺ എക്സ് ബിലോങ്സ് ടു, ഇവിടെ ഓപ്പൺ 0 ആണ് തന്നിട്ടുള്ളത്, സുപ്രീം ഓഫ് മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ് വരിക അല്ലേ. അത് ഇനി ഈ ലിമിറ്റ് ഈ എം എൻ ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 0ലേക്ക് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ എഫ് എൻ എഫിലേക്ക് യൂണിഫോംലി കൺവെർജന്റ് ആണെന്നാണ് നമ്മൾ പറയാം. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു ആയിട്ട് മാറും സുപ്രീമം ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 എഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 + nx മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 ഇത് പോസിറ്റീവ് ആണ്, -0 ആകുമ്പോൾ ഇത് മൊത്തം 1. ഓക്കെ, സുപ്രീമം ഓഫ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 1/1 + nx എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ എം എൻ ഈക്വൽ ടു എന്താ കിട്ടിയത്? എം എൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയത് എം എൻ ഈക്വൽ ടു സുപ്രീമം ഓഫ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 1/1 + nx എന്നാ വരിക. ഓക്കെ, 1/1 + nx എന്നാ വരിക. ഓക്കെ, ഇനി നോക്കി ഈ 1/1 + nx എന്നുള്ള ഫംഗ്ഷൻ എക്സ് ഓപ്പൺ 0 കൊണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇതൊരു എന്താണ് ഫ്രാക്ഷൻ ഫോമിൽ വരുന്നതാണ്. സോ ഇത് എപ്പോഴാണ് സുപ്രീമം കാണുക? എന്താണ് ഇതിന്റെ മാക്സിമം എപ്പോഴാണ് വരിക? ഈ ഡിനോമിനേറ്റർ ചെറുതാവുമ്പോൾ അല്ലേ. ഡിനോമിനേറ്റർ എപ്പോഴാണ് ചെറുതാവുക? ആസ് എക്സ് ടെൻഡ്സ് ടു 0 അല്ലേ. നമുക്ക് പറയാൻ പറ്റും സുപ്രീമം ഒക്കർ വെൻ എക്സ് ടെൻഡിങ് ടു 0+ ആകുമ്പോൾ. ഓക്കെ, ദെയർഫോർ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0+ 1/1 + nx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 1 എന്ന് വരും. ഓക്കെ, ദെയർഫോർ നമുക്ക് എന്ത് കിട്ടും? എം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. ആൻഡ് ദിസ് ഈസ് ഓക്കെ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 ആണ് കിട്ടുക, നോട്ട് ഈക്വൽ ടു 0. ദെയർഫോർ എന്ത് പറയാൻ പറ്റും? എഫ് എൻ ഈസ് നോട്ട് യൂണിഫോംലി കൺവെർജന്റ് ടു 0 എന്ന് കിട്ടും. ഓക്കെ, 0ലേക്ക് യൂണിഫോംലി കൺവെർജന്റ് അല്ല എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, gn of x equal to x divided by 1 + nx എന്നാണ്, വേർ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 തന്നെയാണ്. അപ്പോൾ ഇവിടെയും മാറ്റമൊന്നും വരുന്നില്ല. എക്സ് ഓപ്പൺ 0 ഇതിന് മാറ്റമൊന്നും വരില്ല. ജസ്റ്റ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ മതി. ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി gn of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 + nx ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ 1 ആയതുകൊണ്ട് ഇത് 0 ആയിട്ട് മാറും. ഓക്കെ, സോ g of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ gn കൺവെർജിങ് ടു g പോയിന്റ് വൈസ് എന്ന് കിട്ടും. ഓക്കെ, പോയിന്റ് വൈസ് കൺവെർജന്റ് ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് യൂണിഫോംലി കൺവെർജന്റ് ആണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും എം എൻ എന്താണെന്ന് നോക്കുന്നു. എം എൻ ഈക്വൽ ടു സുപ്രീമം ഓഫ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 മോഡുലസ് ഓഫ് gn of x മൈനസ് g of x അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സുപ്രീമം ഓഫ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 മോഡുലസ് ഓഫ് എക്സ് പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 1 + nx മൈനസ് 0 എന്ന് വരും. ഓക്കെ, എൻ്റെ എക്സ് ഓപ്പൺ 0 ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കും. സോ ഇതെന്തായിട്ട് മാറും? സുപ്രീമം ഓഫ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 എക്സ് ഡിവൈഡ് ബൈ 1 + nx വരും അല്ലേ. ഇതാണ് നമുക്ക് കാണേണ്ട എം എൻ. ഓക്കെ, എം എൻ. സോ അപ്പോൾ എം എൻ എന്താണെന്ന് നോക്കാൻ ഇതിനെ ഞാൻ ഇതിന്റെ സുപ്രീം അല്ലേ കാണണ്ടേ. സോ ഞാൻ അതിനൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 1 + nx അല്ലേ. ഈ എക്സ് ഓപ്പൺ 0 എവിടെയാണ് ഇതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 + nx ആണ്. ഡെറിവേറ്റീവ് എടുക്കുന്നു. ഫൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 + nx ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 അല്ലേ, ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 1 + nxന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? n അല്ലേ, ഡിവൈഡ് ബൈ 1 + nx ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ nx ഉണ്ട്, ഇവിടെ -nx ഉണ്ട്. സോ ഇത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി 1/1 + nx ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. ദിസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ എന്ത് കിട്ടി? ഫൈ ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടും അല്ലേ? ഫൈ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വിച്ച് ഇംപ്ലൈസ് സുപ്രീമം അല്ലെങ്കിൽ മാക്സിമം എക്സിസ്റ്റ് അറ്റ് എന്തായിരിക്കും? ഇതിന്റെ അപ്പർ ബൗണ്ടിലായിരിക്കും വരും അല്ലേ? അത് എവിടെയാ? എക്സ് ഓപ്പൺ 0 ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു 1 മാക്സിമം ഉണ്ടാവും അല്ലേ? സോ എം എൻ ഈക്വൽ ടു സുപ്രീമം ഓഫ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സിന് 1 കൊടുക്കുന്നതാണ്. സോ 1/1 പ്ലസ് എൻ ആണ് വരിക. ആൻഡ് ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എം എൻ ഈക്വൽ ടു എന്ത് കിട്ടും? ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/1 പ്ലസ് എൻ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സോ എം എൻ 0യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ഇംപ്ലൈസ് എന്ത് പറയാൻ പറ്റും? ജി എൻ കൺവെർജിങ് ടു 0 യൂണിഫോംലി എന്ന് പറയാം അല്ലേ? യൂണിഫോംലി കൺവെർജന്റ് ആണെന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ജി എൻ യൂണിഫോംലി കൺവെർജന്റ് ഓൺ 0 എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. എഫ് എൻ കൺവെർജസ് യൂണിഫോംലി തെറ്റാണ്. ബോത്ത് എഫ് എൻ ആൻഡ് ജി എൻ യൂണിഫോംലി കൺവെർജന്റ് തെറ്റാണ്. നെയ്തർ എഫ് എൻ ഓർ ജി എൻ യൂണിഫോംലി കൺവെർജന്റ് തെറ്റാണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് 0 1 ടു ക്ലോസ്ഡ് 0 1 ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ബിലോങ്സ് ടു ക്യൂ ആൻഡ് എക്സ് ഇഫ് എക്സ് ബിലോങ്സ് ടു ക്യൂ കോംപ്ലിമെന്റ്. ഓക്കെ, 0 റാഷണൽ ആവുമ്പോൾ 0, ഇറാഷണൽ ആവുമ്പോൾ എക്സ് എന്നുള്ള ഫോമിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. റീമാൻ ലോവർ സം ഓഫ് എഫ് കറസ്പോണ്ടിങ് ടു എനി പാർട്ടീഷൻ ഇസ് 1. അപ്പോൾ റീമാൻ ലോവർ സം 1 ആണ്. അപ്പർ റീമാൻ ഇന്റഗ്രൽ 1/2 ആണ്. റീമാൻ ഇന്റഗ്രബിൾ ആണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺലി അറ്റ് എപ്പോഴായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ? ഇങ്ങനെ റാഷണലും ഇറാഷണലും ഡിഫറെന്റ് വാല്യൂ വരുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക ഇത് രണ്ടും ഈക്വൽ ആവുന്ന സ്ഥലത്ത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ മാത്രമേ കണ്ടിന്യൂസ് ആവുള്ളൂ. ഒറ്റ സ്ഥലത്ത് മാത്രമല്ലേ കണ്ടിന്യൂസ് ആവുള്ളൂ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോട്ട് റീമാൻ ഇന്റഗ്രബിൾ ആയിരിക്കും അല്ലേ? റീമാൻ ഇന്റഗ്രബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ല നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലോവർ റീമാൻ സമ്മും അതുപോലെ തന്നെ അപ്പർ റീമാൻ സമ്മും ഒക്കെയാണ് കാണേണ്ടത്. അപ്പർ റീമാൻ ഇന്റഗ്രബിളും ഒക്കെയാണ് കാണേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കൂ, ഓരോ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആദ്യം നമ്മൾ ക്യാപിറ്റൽ എം ഐ ഡിഫൈൻ ചെയ്യണം. ക്യാപിറ്റൽ എം ഐ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സുപ്രീമം ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് വെർ എക്സ് ബിലോങ്സ് ടു എക്സ് ഐ മൈനസ് 1 എക്സ് ഐ എന്നുള്ള ഫോമിലാണ് ഡിഫൈൻ ചെയ്യുക അല്ലേ? എന്താ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ ഒക്കെ? നമ്മൾ ഈ 0 1 എന്നുള്ള നമ്മുടെ തന്നിട്ടുള്ള ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പാർട്ടീഷൻ ചെയ്യുന്നു. x0 x1 x2 x3 എക്സെട്ര. ഇവിടെ എക്സ് എൻ എന്ന് പറയുന്നത് 1 ആയിട്ട്, x0 0യും xn 1 ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അങ്ങനെ നമുക്ക് പല രീതിയിലും പാർട്ടീഷൻ ചെയ്യാം. അങ്ങനെയുള്ള ഒരു പാർട്ടീഷന്റെ എക്സ് ഐ മൈനസ് എക്സ് അതിലെ ഒരു ഇന്റർവെൽ എടുക്കുക. എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 x1 x2 അല്ലെങ്കിൽ x2 x3 എന്നുള്ള രീതിയിൽ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ എന്നുള്ള ഒരു ഇന്റർവെൽ എടുക്കുക. അതിലെ എക്സുകളിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സുകൾ എടുക്കുക. അതിന്റെ സുപ്രീമത്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എം ഐ എന്ന് വിളിക്കുക. അതുപോലെ സ്മോൾ എം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇൻഫീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഇതുപോലെ തന്നെ എക്സ് ബിലോങ്സ് ടു എക്സ് ഐ മൈനസ് 1 എക്സ് ഐ എന്നുള്ള ഇത്. ഓക്കെ, ഇത് ക്യാപിറ്റൽ എം ഐ, ഇത് സ്മോൾ എം ഐ അല്ലേ? അതുപോലെ തന്നെ യു പി എഫ് ഉണ്ട് അല്ലേ? അപ്പർ റീമാൻ സം എന്ന് പറയുന്നത് യു പി എഫ് ആണ്. യു പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിഗ്മ ഐ ഈക്വൽ ടു 1 to n എം ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 അല്ലേ? എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. ഓക്കെ, ഈ ഇന്റർവെല്ലിന്റെ ലെങ്ത്. അപ്പം ഓരോ ഇന്റർവെല്ലിന്റെ ലെങ്ത് ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം ഐ. ഓക്കെ, അതിന്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യു പി എഫ് എന്ന് വിളിക്കുക. അതുപോലെ എൽ പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to n സ്മോൾ എം ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. ഓക്കെ, ഇതാണ് എന്ത് വരുന്നത്? എൽ പി എഫും യു പി എഫും വരുന്നത്. ഓക്കെ, ഇനി അപ്പർ റീമാൻ ഇന്റഗ്രലും ലോവർ റീമാൻ ഇന്റഗ്രലും എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? അപ്പർ റീമാൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 0 to ഇവിടെ വരുമ്പോൾ 1 bar എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് വരിക അല്ലെ? എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ യു എഫ് പി അല്ലെങ്കിൽ യു പി എഫ് അല്ലെ? യു പി എഫ് സോ നമുക്ക് അപ്പർ റീമാൻ സമ്മ് ലോവർ റീമാൻ സമ്മ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലേ? ഇനി നമുക്ക് അപ്പർ റീമാൻ സം നമുക്ക് എന്താ നോക്കേണ്ടത്? ലോവർ റീമാൻ സമ്മാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നോക്കൂ, ഇനി ഇവിടെ നമുക്ക് ലോവർ റീമാൻ സം എന്ന് പറയുന്നത് എന്താ വരിക? ഈ എൽ എഫ് പി ആണ് അല്ലേ?
സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇവിടെ നമുക്ക് എന്തുണ്ട്, എം ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ അല്ലേ. സോ എം ഐ എന്താണ്, സ്മോൾ എം ഐ എന്ന് പറഞ്ഞാൽ ഇൻഫീമം ഓഫ് എഫ് ഓഫ് എക്സ് വെർ എക്സ് ബിലോങ്സ് ടു എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ. ഇനി ഈ ഏത് പാർട്ടീഷൻ എടുത്തോ അതിൽ ഏത് ഇന്റർവെല്ലും എടുത്തോ, ഒരു ഇന്റർവെല്ലും എന്തായിരിക്കും, എല്ലാ ഇന്റർവെല്ലും എന്തുണ്ടാവും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാഷണൽസും ഇറാഷണൽസും ഉണ്ടാവുമല്ലോ. അപ്പം അതിൽ ഏതെങ്കിലും ഒരു റാഷണൽ ഉണ്ടെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും അല്ലേ. ബാക്കി എല്ലാത്തിലും ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, 0 1 നിന്ന് 0 1 സോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് 0 1 ഒരു എലമെന്റ് ആയിരിക്കും വരിക അല്ലേ. സോ എന്ത് സംഭവിക്കുക, ഇവിടെ ബാക്കിയൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, അല്ലെങ്കിൽ റാഷണൽ വരുമ്പോൾ 0 ആണ് അല്ലേ. സോ എപ്പോഴും എന്തൊരു സീറോയും ഒരു നോൺ സീറോ നോൺ നെഗറ്റീവ് വാല്യൂ ആണ് വരിക. അപ്പൊ അതിന്റെ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻഫീം എടുത്തു കഴിയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും വരിക, 0 ആയിരിക്കും വരിക അല്ലേ. സോ സ്മോൾ എം ഐ എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും വരിക. സോ എം ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഇതും ടോട്ടൽ എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ലോവർ റീമാൻ സം എന്ന് പറയുന്നത് 1 അല്ല 0 ആണ്. സോ ഓപ്ഷൻ എ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, സി നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്തു. ഇനി അപ്പർ റീമാൻ ഇന്റഗ്രൽ. ഓക്കെ, അപ്പോൾ അപ്പർ റീമാൻ ഇന്റഗ്രൽ 0 ടു 1 ബാർ എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ, അങ്ങനെയാണുള്ളത്. അതിന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്താണ്, ഇൻഫീമം ഓഫ് ഓൾ യു പി എഫ് വേർ പി ഇസ് എ പാർട്ടീഷൻ. ഓക്കെ, പി ബിലോങ്സ് ടു പാർട്ടീഷൻ സെറ്റ് ഓഫ് ഓൾ പാർട്ടീഷൻസ് ഓൺ എ ബി എന്നാണ് എടുക്കുക. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ പാർട്ടീഷൻസ് എടുക്കുക, ആ പാർട്ടീഷൻസിലൊക്കെ യു പി എഫുകൾ എടുക്കുക, അതിന്റെ ഇൻഫീം ആണെന്ന് എടുക്കുക. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ യു പി എഫ് എന്താ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, യു പി എഫ് എന്ന് പറയുന്നത് യു പി എഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിട്ട് മാറും നോക്കൂ, സിഗ്മ എം ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ അല്ലേ. സിഗ്മ ക്യാപിറ്റൽ എം ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ. ഓക്കെ, ഇതാണല്ലോ യു പി എഫ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി നോക്കും, ഇനി നമ്മൾ ഓരോ ഇന്റർവെല്ലുകൾ കൺസിഡർ ചെയ്യുക. ആ എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ എന്നുള്ള ഈ ഇന്റർവെല്ലിന്റെ പ്രത്യേകത, ഇതിൽ എന്തായാലും ഒരു ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും അല്ലെ, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും. സോ എക്സ് എന്നുള്ള വാല്യൂ എന്തായാലും അതിൽ എപ്പോഴും ഉണ്ടാവും അല്ലെ. സോ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അവിടുത്തെ ഫംഗ്ഷന്റെ സുപ്രീമം എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, ഈ ഇന്റർവെല്ലിന്റെ മാക്സിമം നമ്പർ അല്ലേ, ദാറ്റ് ഈസ് എന്തായിട്ട് മാറും, എക്സ് ഐ അല്ലേ. സോ എം ഐ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിട്ട് മാറും, എക്സ് ഐ ആയിട്ട് മാറും. സോ ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, ആൻഡ് ഇനി ഇത് നോക്കൂ, ഇതെന്താ, ഇത് ഈ യു പി എഫ് എന്ന് പറയുന്നത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ എന്ന് പറയുന്നത്, ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഫംഗ്ഷന്റെ സെയിം അപ്പർ റീമാൻ സം ആണ് അല്ലെ, അപ്പർ റീമാൻ സം ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അപ്പർ റീമാൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻഫീം ആയിരിക്കില്ലേ, അതും അപ്പൊ ഇന്റഗ്രൽ 0 ടു 1 ബാർ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഇന്റഗ്രൽ 0 ടു 1 എക്സ് ഡി എക്സിനോട് ഈക്വൽ ആയിരിക്കും അല്ലെ. ഇതിന്റെ ഈ എക്സ് എന്നുള്ള ഫംഗ്ഷന്റെ അപ്പർ റീമാൻ ഇന്റഗ്രലിനോട് ഇത് ഈക്വൽ ആയിരിക്കും. സോ 0 ടു 1 ബാർ എക്സ് ഡി എക്സ് ആണ് എൻ്റെ എക്സ് എന്ന് പറയുന്ന റീമാൻ ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ അപ്പർ റീമാൻ ഇന്റഗ്രലും ലോവർ റീമാൻ ഇന്റഗ്രലും കോയിൻസൈഡ് ചെയ്യും. അത് റീമാൻ ഈ സാധാരണ ഇന്റഗ്രലിനോട് ഈക്വൽ ആയിരിക്കും. സോ 0 ടു 1 എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ ബൈ 2 ഇന്റഗ്രൽ 0 ടു 1. സോ എന്ത് കിട്ടും, 1/2 എന്നാണ് കിട്ടുക. ഓക്കെ, സോ ഇതെന്തായിട്ട് മാറും, 1/2 എന്ന് കിട്ടും. സോ അപ്പർ റീമാൻ ഇന്റഗ്രൽ ഓഫ് എഫ് എന്ന് പറയുന്നത് 1/2 എന്നുള്ള ഈ ഓപ്ഷൻ ട്രൂ ആണ്. സോ ആൻസർ ബി ആണ് ഇവിടെ വരുന്നത്. നൺ ഓഫ് ദീസും തെറ്റാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇവിടെ വരിക. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക്, 7 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സെക്കൻഡ് മോഡ്യൂളിൽ റിയൽ അനാലിസിസ് എന്നുള്ള ടോപ്പിക് എന്ന് വന്നിട്ടുള്ളത്. ബാക്കി ടോപ്പിക്സിന്റെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക്